ഗൈസ് കുറേ നാൾ കൊണ്ട് പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ആദ്യം തന്നെ പറയുകയാണ്, കുടുംബത്തിൽ പിറന്ന അമ്മമാരെയും പെങ്ങന്മാരെയും ചേച്ചിമാരെയും പറ്റിയിട്ട് പറയുന്ന കാര്യമല്ല. ഇപ്പം സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നിരപരാധികളായിട്ടുള്ള ആൺപിള്ളേർ പോലും പെണ്ണുങ്ങളെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പോയി എന്നുള്ള രീതിയിൽ പൊക്കുന്നുണ്ട്. പൊക്കുന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആളാവാൻ വേണ്ടി മാത്രം കാണിക്കുന്ന പ്രഹസനം എന്നുള്ള രീതിയിൽ കുറേ വീഡിയോസ് ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് വൈറലാകുന്നുണ്ട്. തെമ്മാടിത്തരം കാണിക്കുന്ന ആമ്പിള്ളേരുടെ കരണം അടിച്ച് പൊട്ടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇന്നത്തെ കാലത്ത് കുറേ പെണ്ണുങ്ങൾ, എല്ലാവരെയല്ല ഞാൻ പറയുന്നത്, കുടുംബത്തിൽ പറഞ്ഞ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന നല്ലവരായ ഒരുപാട് പെണ്ണുങ്ങളുണ്ടെങ്കിൽ പോലും ഇല്ലേ ഈ പറയുന്ന പോലെക്ക് ഏതൊരു നല്ല സാധനത്തിനകത്തും കുറേ പിഴച്ച സാധനങ്ങൾ കാണത്തില്ലേ, അതുപോലെ കുറേ പെണ്ണുങ്ങളുണ്ട്. എല്ലാ ആണുങ്ങളും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, അത് എക്സ്പെഷ്യലി എടുത്തു പറയാം, എല്ലാ ആണുങ്ങളും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു കാരണമില്ലെങ്കിൽ പോലും ഒരു പെണ്ണ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പട്ടി ഷോ കാണിക്കാൻ വേണ്ടി ഇറങ്ങുന്ന നാണം കെട്ട ആണുങ്ങളും ഈ കൂട്ടത്തിൽ പെടും. അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം ഒരു കൊച്ചിപ്പം അങ്ങനെ ഒരു പെണ്ണിപ്പം അവൻ എൻ്റെ കയ്യെ തൊട്ട് എന്ന് പറയുമ്പോൾ തന്നെ പ്രഹസനം കാണിക്കാൻ കീറുന്ന കുറേ കോഴി എന്ന് പറയണോ വായി നോക്കി എന്ന് പറയണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കുറേ തീംസ് ഉണ്ട്. സത്യമായിട്ടും റിയൽ ലൈഫിലാണ് സത്യാവസ്ഥ അറിയാതെ കയറി ഇടപെടുന്ന ആൾക്കാർ, പട്ടിഷോ കാണിക്കാൻ വേണ്ടി വരുന്ന നാറികൾ അല്ലെങ്കിൽ കോഴികൾ ഇന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരുവാണ്. തോന്നിവാസം കാണിച്ചിട്ടുണ്ട്, അത് അങ്ങനെ ഉള്ളവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ചെവിക്കൽ തല്ലി പൊട്ടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിയമ നടപടിക്ക് അവരെ വിധേയമാക്കണം. പക്ഷേ ഇന്നത്തെ കാലത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം റീസെൻ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടി കുറേ ആൺപിള്ളേർ എന്നിട്ട് കുറേ ആണുങ്ങളെ ബലിയാടാക്കുന്ന രീതിയിലൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് എങ്ങനെ തടയാം, എന്ത് ചെയ്താൽ തടയാം, നമ്മളെന്തെങ്കിലും ചെയ്താൽ തടയാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല. കാരണം ഇന്നത്തെ എനിക്ക് വലിയ അറിവില്ല, പക്ഷേ എങ്കിലും എൻ്റെ ഒരു അറിവ് വെച്ച് പെണ്ണുങ്ങളെ സംരക്ഷിക്കാൻ മാത്രമേ ഇവിടെ നിയമമുള്ളൂ. ആണുങ്ങൾക്ക് വലിയ പട്ടികളുടെ വില എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. കാരണം ഞാനീ പറയുന്നത് എല്ലാ പെണ്ണുങ്ങളെയും പറ്റിയിട്ടല്ല, എനിക്കും അമ്മയും പെങ്ങളും ഒക്കെ ഉള്ളതാണ്, ഞാൻ അവരെ ആരെയും പറ്റിയിട്ടല്ല പറയുന്നത്. കുറച്ച് ഫെയിം ആവാൻ വേണ്ടി നടക്കുന്ന കണ്ടൻറ്റ് ക്ഷാമമുള്ളവരെന്ന് വേണമെങ്കിൽ പറയാം. എന്തും കാണിച്ച് വൈറലാവണമെന്നുള്ള ചിന്താഗതിയുള്ളവർ, അവരുടെയൊക്കെ എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. മര്യാദയ്ക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാട്ടിലും ഭേദം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരം ഇല്ലാത്തൊരു രീതിയിലോട്ടായി പോകും. കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ സ്വന്തം കഴിവ് കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കുക, അല്ലാതെ ബാക്കിയുള്ള ആൾക്കാരെ ബലിയാടാക്കാതിരിക്കുക. അതുപോലൊക്കെ നിങ്ങളെ ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രം, സത്യമാണെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സത്യാവസ്ഥ അറിയാതെ ഇന്നത്തെ കാലത്ത് ഒരുപാട് കണ്ടൻറ്റുകളുള്ളതുകൊണ്ട് കണ്ടന്റ് എടുക്കാൻ വേണ്ടി എല്ലാവരും കാണിക്കും. എല്ലാവരും ഇപ്പോൾ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ കണ്ടന്റ് എടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ എങ്കിലും എന്ത് ചെയ്താലും ഒരു നീരും നിറയും വേണം. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന പരിപാടി ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കണ്ടൻറ്റുകൾ ചേച്ചിമാരും ചേട്ടന്മാരോടും കൂടാണ്